ഭക്തിയേറും മോറാനേ ഭാഗ്യവാനേ താതനേ അന്ത്യോക്യായുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അന്ത്യോക്യായുടെ അധിപതിയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വചനതീരത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മഞ്ഞനിക്കരയുടെ സൂര്യൻ എന്നറിയപ്പെടുന്ന പരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ പത്രീർക്കീസ് ബാവായുടെ ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ, അത് നമുക്ക് കോട്ടയും അഭയവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പരിശുദ്ധന്റെ ഓർമ്മയിലൂടെ സഞ്ചരിക്കാം. വിശുദ്ധ പത്രോസിന്റെ ശ്ലൈകിക സിംഹാസനത്തില് 119 പാത്രീർക്കീസ് ആയിരുന്ന മഹാപരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ ബാവായെ ആണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. നീതിമാന്റെ ഓർമ്മ വാഴ്വിനാകട്ടെ. പരിശുദ്ധ സുറിയാനി സഭയുടെ വിശുദ്ധന്മാരുടെ ഗണത്തിലെ ശോഭയേറിയ നക്ഷത്രവും മലങ്കര സഭയുടെ മാണിക്യവും ആർത്തർക്കും ദുഃഖിതർക്കും പാപികൾക്കും മധ്യസ്ഥനായി നിൽക്കുന്ന വൻ വൃക്ഷമാണ് മോറാൻ. മർദീനിലെ 40 സഹോദരന്മാരുടെ ഇടവകയിലുണ്ടായിരുന്ന വൈദിക പാരമ്പര്യമുള്ള ഷാക്കിർ കുടുംബത്തിലെ അബ്രഹാം കോർ എപ്പിസ്കോപ്പ മറിയം ദമ്പതികളുടെ 8 മക്കളിൽ രണ്ടാമത്തെ മകനായിട്ടാണ് ഈ ശ്രേഷ്ഠ പിതാവ് ജനിച്ചത്. നസ്രി എന്നായിരുന്നു മാമൂദിസ പേര്. ചെറു ബാല്യത്തിൽ തന്നെ അമ്മയുടെ വേർപാടിന്റെ കയ്പ് അറിഞ്ഞ ഈ കുഞ്ഞു നസ്രി മൂത്ത സഹോദരിയായ ഹെലനിയുടെ സംരക്ഷണയിലാണ് പിന്നീട് വളർന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ചെറിയ വ്യാപാര സ്ഥാപനത്തിലും തുടർന്ന് 3 മാസം തുർക്കി ഗവൺമെന്റിലും ജോലി ചെയ്തിരുന്നു. അന്ന് അന്ത്യോക്യ പാത്രീർക്കീസ് ആയിരുന്ന ഗംഭീരമാനസനായ പത്രോസ് നാലാമൻ ബാവായുടെ നിർദ്ദേശപ്രകാരം, അദ്ദേഹം നമ്മുടെ മലങ്കരയിൽ എഴുന്നൂറ്റി വന്നിട്ടുള്ള ശ്രേഷ്ഠ പിതാവാണ് പത്രോസ് നാലാമൻ പാത്രീർക്കീസ് ബാവ. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം 40 സഹോദരന്മാരുടെ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസത്തിനായിട്ട് ചേർന്നു. മർദീനിലെ പഠനത്തിന് ശേഷം 1887 അദ്ദേഹം കുർക്കുമ ദയറയിൽ ചേരുകയും 1887 മോറാൻമാർ പത്രോസ് നാലാമൻ ബാവായാൽ ഷമ്മാശനായിട്ട് വാഴിക്കപ്പെടുകയും ചെയ്തു. തൊട്ടടുത്ത വർഷം തന്നെ സർവോയ സ്ഥാനം ലഭിച്ചു. തുടർന്ന് 1889 റംബാനായി ഉയർത്തപ്പെടുകയും ചെയ്തു. സന്യാസ പദവിയായ റംബാൻ സ്ഥാനത്ത് എത്തിയപ്പോൾ ലഭിച്ച പേരാണ് ഏലിയാസ് എന്നത്. 1892 പത്രോസ് നാലാമൻ ബാവാനെ ഏലിയാസ് റംബാന് കശീശപ്പട്ടം നൽകി. അഗാധമായ ജ്ഞാനേന്ദ്രിയതയും അറിവും താല്പര്യവും ഏലിയാസ് റംബാൻ ശീലിച്ചെടുത്തിരുന്നു. കുർക്കുമ ദയറ കൂടാതെ പിന്നീട് അത് ഇറാഖിലേക്ക് സ്ഥാനമാറ്റം ചെയ്തപ്പോഴും പ്രാർത്ഥനയും ജാഗരണവും കൈവിട്ടിരുന്നില്ല. ഇറാഖിലെ മൊസൂളിലുള്ള മോർ മത്തായിയുടെ ദയറയുടെ പിൻഭാഗത്തുള്ള ഗുഹകളിൽ പതിവായി തപസ് ചെയ്യുവാനായിട്ട് ഏലിയാസ് റംബാൻ പോകുമായിരുന്നു. അന്ന് സുറിയാനി പിതാക്കന്മാർ പലപ്പോഴും തപസ് ചെയ്തിരുന്ന ഇടം തന്നെയായിരുന്നു അത്. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ നടന്ന അർമേനിയൻ അരാമിയൻ കൂട്ടക്കൊലയിൽ അനേകം സുറിയാനി സഭാംഗങ്ങളും കൊല്ലപ്പെട്ടു. അന്ന് ശേഷിച്ചവർക്ക് അഭയമൊരുക്കുവാനായിട്ട് ഏലിയാസ് കശീശ മുന്നിട്ടിറങ്ങി. നമ്മുടെ വിശ്വാസികളെ കൂടാതെ ഏകദേശം 7000-ഓളം വരുന്ന അർമേനിയൻ സഭാംഗങ്ങളെ ആ പ്രതിസന്ധി ഘട്ടത്തില് മോർ കുര്യാക്കോസിന്റെ ദയറയിൽ സംരക്ഷിക്കുവാനായിട്ട് ഏലിയാസ് റംബാന് സാധിച്ചു. പിന്നീട് മോർ കുര്യാക്കോസ് ദയറയുടെയും കുർക്കുമ ദയറയുടെയും റീച്ച് ആയിട്ട് അതിന്റെ നോക്കി നടത്തിപ്പുള്ള ആ സ്ഥാനം കൊടുത്ത് സഭയാൽ അദ്ദേഹം നിയോഗിതനായിട്ടുണ്ട്. പക്വതയും വിശുദ്ധതയുമാർന്ന വ്യക്തിത്വവും വിശുദ്ധിയും കാരുണ്യവും നിറഞ്ഞ ജീവിതവും എന്നിവയാൽ ഏലിയാസ് കശീശ എല്ലാവരുടെയും പ്രീതി പിടിച്ചുപറ്റി. ഒഴിവ് എന്ന ആമീത ഭദ്രാസനത്തിലേക്ക് അദ്ദേഹത്തെ വാഴിക്കുവാനായിട്ട് അങ്ങനെ സഭ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിലെ സഭ ഏറെ വിശ്വസ്തയോടെ കണ്ടു. 1908 മോറാൻമാർ ഇഗ്നാത്തിയോസ് അബേത്ത് ആലോഹോ ദിദിയൻ ബാവയില് മോർ ഇവാനിയോസ് എന്ന പേരിൽ വാഴിക്കപ്പെടുകയും ചെയ്തു. 1912 മോർ ഇവാനിയോസ് മെത്രാപ്പോലീത്തായെ സഭ മൊസൂളിലേക്ക് സ്ഥലം മാറ്റുകയും അദ്ദേഹം അവിടെ മോർ മത്തായിയുടെ ദയറ കേന്ദ്രമാക്കി ഭദ്രാസനത്തെ ഭരിക്കുകയും ചെയ്തു. ഈ കാലയളവില് മെത്രാപ്പോലീത്ത തൻ്റെ ജീവിതത്തെ കൂടുതൽ പ്രാർത്ഥനയാലും
ഉപവാസത്താലും അതുപോലെ തപസ്സാലും ക്രമപ്പെടുത്തി ഏറെ ദൈവത്തോട് ചേർന്നുള്ള ക്രമകരമായ ക്രമസൂമമായ ജീവിതമാണ് അദ്ദേഹം നടത്തിയത്. മത്തായി ധരയിലും ചുറ്റുപാടുമുള്ള അനേകം ആദിമ വിശുദ്ധരുടെ കബറുകളും അതിന്റെ പ്രശസ്തരും അപ്രശസ്തരുമായ പിതാക്കന്മാരുടെ ഒരു അദൃശ്യ സാന്നിധ്യം മാർ ഇവാനിയോസ് തിരുമേനിയെ സ്വാധീനിച്ചു. മുൻ സൂചിപ്പിച്ചതുപോലെ ദഹ്റയുടെ പിൻഭാഗത്തുള്ള ഗുഹകളിൽ ഒന്നില് മോർ മത്തായിയും മോർ ഗ്രിഗോറിയസ് ബാറബ്രായും പോലുള്ള പിതാക്കന്മാർ ചെയ്തിരുന്നത് പോലെ മണിക്കൂറുകളോളം ധ്യാന നിരതനായിരിക്കുന്നത് തിരുമേനിക്ക് ഒരു ശീലമായിരുന്നു. മോറാൻമാർ ഇഗ്നാത്യോസ് അബദ് ആലോഹോ ദിദിയൻ ബാവ കാലം ചെയ്തതിനെ തുടർന്ന് 1917 സഭയുടെ സുന്നകദോസ് കൂടുകയും ഏലിയസ് മോർ ഇവാനിയോസ് മെത്രാപോലിത്ത ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അത് ദൈവത്തിന്റെ ഒരു വലിയ കരുണ തന്നെയാണ്. ആ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ദൈവം അത്രമേൽ അദ്ദേഹത്തോട് കൃപ ചെയ്തു. സഭയുടെ പരമ്പരാഗതമായ ചടങ്ങുകളിലൂടെ കുർക്കുമ ദയറയിൽ വെച്ച് മോർ ഇഗ്നാത്തിയോസ് ഏലിയസ് തൃതീയൻ എന്ന സ്ഥാനനാമത്തിൽ സഭയുടെ 119ാമത്തെ പാത്രികീസായിട്ട് അഭിഷിക്തനായി. അധികം താമസിയാതെ തന്നെ സഭാ ആസ്ഥാനം നിലനിന്നിരുന്ന തുർക്കി രാജ്യത്തിന്റെ സുൽത്താനെ അദ്ദേഹം പോയി കാണുകയും സുറിയാനി പാത്രിയർക്കീസ് ബാവമാർക്ക് ലഭിച്ചിരുന്ന പ്രത്യേകമായിട്ട് അവിടെ നിന്ന് ലഭിച്ചിരുന്ന ഫർമാനും ഉന്നത പദവിയോട് കൂടിയുള്ള ഇസ്മാനിയ മെഡല് പരിശുദ്ധ ബാവായിക്ക് സുൽത്താനിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഇസ്താംബുൾ സന്ദർശിക്കുകയും അവിടുത്തെ സഭാ തലവന്മാരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ പിതാവ് യെരുശലേമിലേക്ക് സന്ദർശനം നടത്തുകയും അതുപോലെ അവിടെ പാലസ്തീനിലെ മർത്തമറിയം പള്ളിക്ക് തറക്കല്ലിടുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹം ഒരു പ്രിന്റിംഗ് പ്രസ് അവിടെ സ്ഥാപിക്കുകയും അവിടെ നിന്ന് സുറിയാനിയിലും അറബിയിലുമായി ഓരോ ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങൾ തുടക്കം കുറിക്കുകയും ചെയ്തു. ഏകദേശം ഒരു സഹസ്രാബ്ദത്തോളം സുറിയാനി സഭയുടെ ആസ്ഥാനമായിരുന്ന മർദീനിലെ കുർക്കുമ ദയറയിലെ അവസാനമായിട്ട് വസിച്ച പാത്രികീസ് അത്രേ നമ്മുടെ ഈ ഏലിയസ് തൃതീയൻ പാത്രികീസ് ബാവ. ഒട്ടോമൻ തുർക്കികളുടെ ഭരണകാലത്ത് 1915 മറ്റും നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട അർമേനിയൻ സഭാംഗങ്ങളോടൊപ്പം സഭാംഗങ്ങൾ തിങ്ങിപ്പറത്തിരിക്കുന്ന സ്ഥലങ്ങളിലെ അനേകം സുറിയാനി ക്രിസ്ത്യാനികളും കൂട്ടക്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം പരിശുദ്ധ പാത്രികീസ് ബാവായുടെ ആസ്ഥാനവും സാമ്രാജ്യത്തിന്റെ പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കുവാനായിട്ട് ഒട്ടോമൻ തുർക്കികളുടെ നിർബന്ധം സഭയുടെ മേല് കഠിനമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രതിസന്ധി ഘട്ടത്തിലും ധൈര്യം കൈവിടാതെ നിന്നുകൊണ്ട് ദൈവാശ്രയത്തിന്റെ ഭയപ്പാടിൽ കഴിഞ്ഞിരുന്ന മർദീനിലും മറ്റുമുള്ള തന്റെ മക്കളെ 1919 അദ്ദേഹം സന്ദർശിച്ചു. 1925 ആലപ്പോയിലും ജെറുസലേമിലും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ട് 1930 മൊസൂളിലെ മോർ മത്തായിയുടെ ദയറയിൽ വെച്ച് സഭയുടെയും അതിന്റെ രൂപതകളുടെയും സംഘടന പുനഃക്രമീകരിക്കുന്നതിനായിട്ട് സഭയുടെ ഒരു സുന്നകദോസ് വിളിച്ചു കൂട്ടുകയുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ പരിശുദ്ധ ബാവായുടെ ആരോഗ്യം സംബന്ധിച്ച് വളരെയേറെ ആശങ്കകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഹൃദയ രോഗത്തിന് ഉള്ള സാധ്യതയും കൂടുതൽ ദൂരയാത്ര ഇപ്പോൾ ചെയ്യുന്നത് പാടില്ല എന്നും വൈദ്യന്മാര് അദ്ദേഹത്തോട് നിഷ്കർഷിച്ചിരുന്നു. തന്റെ സഭാ ആസ്ഥാനത്ത് നേരിട്ട രാഷ്ട്രീയപരമായ പ്രതികൂല കാലാവസ്ഥയും ആ സമയത്തുണ്ടായിരുന്നു. തന്റെ സഭാ മക്കൾ അഭിമുഖീകരിക്കുന്ന ഭയപ്പാടുകളെയും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും സൗമ്യമായി നേരിട്ട ബാവ ഇതിനിടയിലാണ് ഇന്ത്യയിലെ സഭയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന കാർമേഘങ്ങൾ അറിഞ്ഞ് ഏറെ അസ്വസ്ഥനായി. തന്റെ മക്കള് വളരെയേറെ ദുരിതത്തിലായിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് അദ്ദേഹം വിഷമിച്ചു. കോട്ടയം സന്ദർശിച്ച ഇന്ത്യൻ വൈസ്രോയിക്ക് സഭാ സ്നേഹികളായ ഒരു കൂട്ടം മെത്രാപോലിത്തന്മാർ നൽകിയ അപേക്ഷ മാനിച്ച അദ്ദേഹം സഭയിലെ തർക്കങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനായിട്ട് പാത്രികീസ് ബാവ തന്നെ നേരിട്ട് വരണം എന്ന വിഷയത്തോടു കൂടി വൈസ്രോയി ഈ ശ്രേഷ്ഠ ബാവ ഈ ഏലിയസ് തൃതീയൻ പാത്രികീസ് ബാവയ്ക്ക് ഒരു കത്തയച്ചു. ആ കത്ത് 1930 ഡിസംബർ 1 ബാവയ്ക്ക് ലഭിക്കുകയും പ്രാർത്ഥനാപൂർവം ബാവ അതിന് ഡിസംബർ 13 തന്നെ അനുകൂലമായ മറുപടി നൽകുകയും ചെയ്തു. ഞാൻ വരുന്ന ഇത് പരിഹരിക്കാനുള്ള ശ്രമം നേരിട്ട് നിന്ന് തന്നെ നടത്താമെന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. ബാവയുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെ ആശങ്കയുണ്ടായിരുന്ന മർദീനിലെയും മറ്റും വിശ്വാസികൾ ഈ ദൂര യാത്രയിൽ നിന്ന് പിതാവിനെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിച്ചു. തന്നെ അമ്മയെപ്പോലെ പരിചരിച്ച സഹോദരിയെ ഹെലനിയും ബാവായെ തടസ്സപ്പെടുത്തിയപ്പോൾ ഇവിടെ ആയാലും ഇന്ത്യയിലായാലും മരണം എന്നും സുനിശ്ചിതമാണ്. മലങ്കരയിലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാണ്. നാം മരിക്കുന്നെങ്കിൽ അത് തൻ്റെ ഇന്ത്യയിലെ മക്കൾക്ക് വേണ്ടി ആകട്ടെ എന്ന്
പരിശുദ്ധ ബാവ അവരോട് മറുപടിയായിട്ട് പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 60കളിൽ കടവിൽ അഥനാസിയോസ് തിരുമേനി നടത്തിയ തന്റെ ശീമയാത്രയിൽ അമ്മാൻ എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വയോധികനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം പരിശുദ്ധ ഏലിയാസ് ബാവയെ യാത്ര അയക്കിയവരിൽ ഒരാളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നും ആ യാത്ര അയക്കിയ സമയം അവരെ നോക്കി ബാവ നാം ഇനി തിരിച്ചു വരികയില്ല എന്ന് കൽപ്പിച്ചതായിട്ട് ആ വയോധികൻ പറഞ്ഞതായി അഭിമന്യ തിരുമേനി തന്റെ യാത്രാ വിവരണത്തില് കടവിൽ തിരുമേനി തന്റെ യാത്രാ വിവരണത്തിൽ എഴുതിയിരിക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് ഈ സമയത്ത് ഒന്ന് അനുസ്മരിച്ചു പോകാം. തന്റെ മക്കളെ കാണുന്നതിനും അവർ തമ്മിലുള്ള തർക്കം പരിഹരിക്കുവാനായിട്ട് തനിക്ക് സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടി ആണ് 1931 ഫെബ്രുവരി 6 ബാവ മസൂളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടത്. മെത്രാപോലീത്തയായ മാർ ക്ലീമീസ് യുഹാനോൻ, റമ്പാന്മാരായ വന്യ കുര്യാക്കോസ്, പിന്നീട് അദ്ദേഹം മോർ ഒസ്താത്തിയോസ് എന്ന പേരില് മെത്രാപോലിത്തയായി. വന്യ യേശു സാമുവല് അദ്ദേഹം അമേരിക്കയുടെ മാർ അത്താനാസിയോസ് മെത്രാപോലിത്തയായിട്ട് മാറി. ബാവായുടെ സഹോദരനായ ജോസഫിന്റെ പുത്രൻ സക്കറിയ ശാക്ർ, ദിഫാഷി ഏലിയാസ് എന്നിവരാണ് ബാവയോട് കൂടെ ഈ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നത്. ഫെബ്രുവരി 28 ഇറാഖിലെ ബസ്ര തുറമുഖത്ത് നിന്നും വർഷാവോ എന്ന കപ്പലിൽ യാത്ര പുറപ്പെട്ടു. അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടു. 1931 മാർച്ച് 5 അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന കറാച്ചി തുറമുഖത്ത്, അന്ന് ഇന്ത്യ വിഭജിച്ചിട്ടില്ല, ആ കറാച്ചി തുറമുഖത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് ആലുവയിലെ പരിശുദ്ധ അത്താനാസിയോസ് വലിയ തിരുമേനി, ഇന്ത്യയിലുണ്ടായിരുന്ന സിംഹാസന പ്രതിനിധിയായ മോർ ഏലിയസ് മെത്രാപ്പോലീത്ത, വിശ്വാസികളുടെ ഒരു സംഘവും ചേർന്ന് അദ്ദേഹത്തെ അവിടെ കറാച്ചിയിൽ സ്വീകരിച്ചു. കറാച്ചിയിൽ ഉണ്ടായിരുന്ന ഒരു മലങ്കര സഭാംഗമായ ഒരു വനിതാ ഡോക്ടറുടെ ഭവനത്തില് തിരുസംഘത്തിന് ആതിഥ്യം നൽകപ്പെട്ടു എന്ന് ചില ജീവചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. മാർച്ച് 6 ഡൽഹിയിൽ എത്തുകയും മാർച്ച് 8 വൈസ്രോയുമായി അവിടെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ച് മാർച്ച് 14 മദ്രാസിലെത്തി. മദ്രാസിലാണ് നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവർണർ ഇവിടെ കേരളത്തിലെ ഭരണമൊക്കെ നടന്നത്. അന്ന് അവിടെ ബ്രിട്ടീഷ് ഗവർണറായിരുന്ന സർ ജോർജ് സ്റ്റാൻലിയുടെ ഒരു പ്രധാന അതിഥിയായിട്ട് അവിടെ താമസിക്കുകയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവിടുന്ന് യാത്ര പുറപ്പെടുകയും 1931 മാർച്ച് 21 ആലുവയിലെ തൃക്കുന്നത്ത് സെമിനാരിയിൽ എത്തിച്ചേരുകയും ചെയ്തു. സഹസ്രങ്ങളായ ഭക്തജനങ്ങള് പരിശുദ്ധ പിതാവിനെ മലങ്കരയിലേക്ക് വരവേറ്റു. ഏറെ സന്തോഷചിത്തനായ ബാവ തിരുമേനി മാർച്ച് 22 വിശുദ്ധ കുർബാന അർപ്പിച്ചു. അവിടെ വെച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്നുള്ള ഏകദേശം 6 മാസത്തോളം അന്ത്യോക്യ സിംഹാസനത്തോട് മറുതലിച്ചു നിന്ന മെത്രാൻ കക്ഷി വിഭാഗത്തിന്റെ വട്ടശ്ശേരിയെയും സമാധാന ചർച്ചയ്ക്കായി കൂട്ടി സെമിനാരിയിൽ വിളിച്ചു വരുത്തി സമാധാനത്തിനുള്ള വഴികൾ ആരാഞ്ഞു. ഏത് രീതിയിൽ സമാധാനപരമായി നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചു. തന്റെ മുൻഗാമിയാല് മുടക്കപ്പെട്ട ഈ നേതാവിന്റെ, ഈ വട്ടശ്ശേരിയുടെ മുടക്ക് സമാധാന ചർച്ചകളിൽ ഒരു വിലങ്ങുതടിയാകരുതെന്ന് തോന്നിയത് കൊണ്ട് കൂടിയാകാം മെത്രാപോലിത്തയായ തന്നെ മെത്രാപോലിത്ത എന്ന രീതിയിൽ ആരും തന്നെ മാനിക്കുന്നില്ല. എല്ലാവരും വെറുതെ പേര് മാത്രം വിളിക്കുന്നുള്ളൂ. വേണ്ട രീതിയിൽ മുടക്കിയത് കൊണ്ട് ആ രീതിയിലുള്ള ഒരു യാതൊരു മെത്രാപോലിത്തയിലുള്ള പരിഗണനയൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള വട്ടശ്ശേരിയുടെ ബാവയുടെ സങ്കടം പറച്ചിലും ഒക്കെ കൊണ്ട് ആയിരിക്കാം, സദാവം തോന്നിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആദ്യം തന്നെ ഈ വട്ടശ്ശേരിയുടെ മുടക്ക് തീർത്തു കൊടുത്തു. തുടർന്ന് സെമിനാരിയിലും കരിങ്ങാച്ചിറയിലും കുറുപ്പംപടിയിലും അതുപോലെ പാണമ്പടിയിലും സമാധാന ചർച്ചകൾ വിളിച്ചുകൂടപ്പെട്ടു. അത് എല്ലാം നല്ല രീതിയിൽ ആ സമാധാന ചർച്ച പ്രിയസേനിപ്പിക്കാൻ അവരുടെ എതിർപ്പ് മൂലം സാധിച്ചില്ല. വിശുദ്ധ സിംഹാസനത്തിന്റെയോ സുന്നതദോസിന്റെയോ അറിവോ സമ്മതമോ കൂടാതെ അധാർമികമായി സ്ഥാപിക്കപ്പെട്ട നിരണത്തെ ഭദ്രാസനം പരിശുദ്ധ ബാവ അംഗീകരിക്കണമെന്ന ഈ വട്ടശ്ശേരിയുടെ വാശിയിൽ ചർച്ചകൾ ഏറെ വഴിമുട്ടിപ്പോയി. തന്റെ ഏതെങ്കിലും മുൻഗാമിയോ സഭയുടെ മുമ്പ് നടന്ന ഏതെങ്കിലും സുന്നതദോസോ ഈ ഭദ്രാസന കാര്യം ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ലാത്തതിനാൽ തനിക്കായിട്ടും ഈ കാര്യങ്ങളിൽ സ്വന്തമായിട്ടൊരു തീരുമാനത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് കാനോൻ നിയമങ്ങൾ എതിരാണെന്ന് പറഞ്ഞെങ്കിലും ഈ വസ്തുത ആ ബാവ വിശദമാക്കി പറഞ്ഞിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാനായിട്ട് വട്ടശ്ശേരി തയ്യാറായില്ല. നിരാശനായ ബാവ തിരുമേനി അടുത്ത വേനൽക്കാലം വരുന്നതിന് മുമ്പേ തിരികെ മർദീനിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു.
അതിനു മുമ്പായിട്ട് ഏതാനും ചില പള്ളികൾ കൂടി സന്ദർശിക്കുന്നതിനുള്ള പരിപാടികൾ അദ്ദേഹം തയ്യാറാക്കി. ഇവിടെ വന്ന് ഇത് വെച്ച് തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ ആടുകളോടൊപ്പം തനിക്ക് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് അവരുടെ സ്ഥലങ്ങളെല്ലാം അവരുമായിട്ട് നേരിട്ട് പോയി കാണുന്നതിന് അദ്ദേഹം തെക്കോട്ട് യാത്ര ആരംഭിച്ചു. ഈ യാത്രയിലാണ് കോട്ടയം പാണമ്പടി പള്ളിയിൽ വെച്ച് അദ്ദേഹം വീണ്ടും ഒരു സമാധാന യോഗം വിളിച്ചു കൂട്ടിയത്. പരിശുദ്ധ പിതാവ് റാന്നി ജ്ഞാനായ പള്ളിയിൽ 1931 നവംബർ മാസത്തിൽ സന്ദർശിച്ച് വിശ്രമിക്കവേ ഓമല്ലൂര് മഞ്ഞനിക്കര ഇടവകയിലെ ബഹുമാനപ്പെട്ട ഇലവിനാമണ്ണിൽ കുര്യാക്കോസ് അച്ഛനും ഏതാനും ചില ഭക്തന്മാരും ബാബയെ മുഖം കാണിച്ച് അവരുടെ പള്ളിയിലേക്ക് സന്ദർശനം നടത്തണമെന്ന് ഉണർത്തിച്ചു. നിരാശയും ക്ഷീണവും കാരണം എൻ്റെ അസ്ഥി കൂടി നിങ്ങൾക്ക് വേണമോ എന്ന് ബാവ പ്രതിവചിച്ചു എന്നാണ്. എങ്കിലും തന്റെ ശത്രുക്കളുടെ ഇടയിൽ കിടക്കുന്ന ഈ ജനത്തെ അവരെ ആശ്വസിപ്പിക്കണം എന്ന് അത് തൻ്റെ ബാധ്യതയാണ്. അത് അവരെ ആശ്വസിപ്പിക്കണമെന്ന ആ ബോധ്യത്തോടു കൂടി തന്നെ അത് ബാവ തിരുമേനി 2 മാസം കഴിഞ്ഞ് ഫെബ്രുവരി 11 തീയതിയിലേക്ക് ഒരു ഡേറ്റ് നൽകിയിട്ട് പള്ളിയിൽ 2 ആഴ്ച വീണ്ടും തുടർന്ന് ആ പള്ളിയിൽ തന്നെ നിന്നുകൊണ്ട് 2 ആഴ്ച താമസിക്കാമെന്ന് അവരോട് പറഞ്ഞു. പരിശുദ്ധ പിതാവ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തിരുവല്ലയിലെ കല്ലിശ്ശേരി ജ്ഞാനായ വലിയ പള്ളിയിലേക്ക് എഴുന്നള്ളി. മുൻ നിശ്ചയപ്രകാരം വീണ്ടും ചെങ്ങന്നൂര് അതുപോലെ പന്തളം വഴി വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് തുമ്പമ്മൺ കൈപ്പട്ടൂർ വഴി ഓമല്ലൂർക്ക് യാത്ര തിരിച്ചു. മഞ്ഞനിക്കര ഇടവകയും ഓമല്ലൂർ പൗരാവലിയും നാട് വന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ സ്വീകരണമാണ് പരിശുദ്ധ പിതാവിനെ രാജോചിതമായിട്ട് തന്നെ അവര് അവിടെ സ്വീകരിക്കുകയുണ്ടായി. 11 വൈകുന്നേരം പള്ളിയിലെത്തിയ ബാവ 12 സിംഹാസന പ്രതിനിധി മോർ യൂലിയസ് മെത്രാപൊലീത്ത അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. തുടർന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് ഒരുമിച്ച് പള്ളിപ്പറമ്പില് അവിടെ ഇന്ന് ഉലാത്തിക്കൊണ്ടിരിക്കവേ ഈ സ്ഥലം എത്ര മനോഹരമായിരിക്കുന്നു എന്നും ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അവിടെ നിന്ന് കൽപ്പിച്ചു. പള്ളി തീരെ ചെറുതാണെന്ന അച്ഛന്റെ മറുപടിക്ക് പള്ളി താനെ വലുതായിക്കൊള്ളും അത് എന്ന ഒരു നിമിത്തം എന്നോണം ബാവ മറുപടി പറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് തുടർന്ന് കൂടി വന്ന വൈദികരോട് ഇന്ന് ആരും തിരിച്ചു പോകരുത് എന്നും പറഞ്ഞു. അന്ന് വൈകുന്നേരം നാളെ മോർ ക്ലീമിസ് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നും അത് കഴിഞ്ഞ് വിശുദ്ധന്റെ അസ്ഥി നമ്മുടെ പള്ളിയിൽ സ്ഥാപിക്കണമെന്നും ബാവ കൽപ്പിച്ചു. അത് അവിടെ കൂടിയുന്നവർക്ക് അത് എത്രത്തോളം മനസ്സിലായി എന്ന് അറിയില്ല. 13 വിശുദ്ധ കുർബാനാനന്തരം പിതാവ് വിശുദ്ധ സിംഹാസനവും മലങ്കര സഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഹൃദയസ്പർശിയായിട്ട് പ്രസംഗിച്ചു. അന്ത്യോക്യ മലങ്കര ബന്ധം എത്ര ശ്രേഷ്ഠമാണെന്ന് എന്നുള്ള കാര്യം വിശ്വാസികളെ പഠിപ്പിക്കുന്നതിന് ഏറെ അദ്ദേഹത്തിന്റെ പ്രസംഗം സഹായിച്ചു. അന്നേ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം കിടക്കുന്നതിന് പകരം മുറിയിൽ കൂടി അദ്ദേഹം ഉലാത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് എന്തോ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരുന്നു എന്ന് എൻ്റെ തല ചുറ്റുന്നു എന്ന് അദ്ദേഹം പരിശുദ്ധ പിതാവ് പറഞ്ഞു. വീഴാൻ പോകുന്നത് പോലെ തോന്നിയപ്പോഴും ഉടനെ സമീപത്തുണ്ടായിരുന്ന അവരെല്ലാം പെട്ടെന്ന് ബാവയുടെ അടുത്തേക്ക് കൂടി താങ്ങി പിടിച്ച് കട്ടിലിൽ കിടത്തി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പരിശുദ്ധ ബാവ തന്റെ മക്കളെയും ലോകത്തെയും വിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. ബാവയുടെ ഭൗതിക ശരീരം മഞ്ഞനിക്കര മാർ സ്തേഫാനോസ് പള്ളിക്ക് ഏകദേശം 50 അടി വടക്ക് ഭാഗത്തായിട്ട് വിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് ദാനമായി നൽകിയ സ്ഥലത്ത്, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, അന്ത്യോക്യ സിംഹാസനത്തിന് ദാനമായി നൽകിയ സ്ഥലത്താണ് ഫെബ്രുവരി 14 തീയതി വൈകുന്നേരം 4 മണിയോടുകൂടി അദ്ദേഹത്തെ കബറടക്കം ചെയ്തത്. അന്നു മുതൽ ഇന്ന് വരെയും സത്യാന്വേഷികളായ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനായിട്ട് പര്യാപ്തമായ ആളുകളെ നയിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായി ദീപസ്തംഭമായി ബാവായുടെ തൃക്കബർ പരിലസിക്കുന്നു. ആയിരം തീർത്ഥാടകർ ഈ പുണ്യഭൂമിയിലേക്ക് വർഷം തോറും ഒഴുകിയെത്തുന്നുണ്ട്. ഇപ്പോഴും ഏത് സമയത്തും ഈ കബറിങ്കൽ നുറുങ്ങിയ ഹൃദയവുമായിട്ട് ഒരാളെങ്കിലും കാണപ്പെടുന്നു. മലങ്കരയുടെ നാനാ ഭാഗത്തു നിന്നുമുള്ള അനുഭവ സാക്ഷ്യങ്ങൾ വിശുദ്ധ സിംഹാസനത്തില് അത് അലയടി പോലെ എത്തിയപ്പോൾ കാലം ചെയ്ത മോർ ഇഗ്നാത്തിയോ സഖാ പ്രഥമൻ ബാവ 1987 ഒക്ടോബർ 20 തന്റെ ഈ 265/87 വിളംബരത്തിലൂടെ മഞ്ഞനിക്കര ബാവായുടെ നാമം 5-ാം തുബ്ദേനിയിൽ ഓർക്കുവാനും പരിശുദ്ധൻ എന്ന നിലയിൽ പരിശുദ്ധന്റെ നാമത്തിലെ പള്ളികളും മറ്റ് സ്ഥാപിക്കുവാനുമായിട്ടുള്ള അനുമതി നൽകി. അതിനുശേഷമാണ് ഇന്ന് പരിശുദ്ധന്റെ നാമത്തിലുള്ള ത്രോണോസുകളിൽ നിന്ന് മലങ്കരയുടെ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
എല്ലാ വർഷവും വിശുദ്ധ ഇഗ്നേഷ്യസ് ഏലിയാസ് മൂന്നാമൻ തിരുനാള് പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് കാൽനട തീർത്ഥാടനമാണ്. മലയാളത്തിലെ കാൽനട തീർത്ഥയാത്ര എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 40-ാം ദിവസം മണിയുടെ സെന്റ് കുര്യാക്കോസ് പള്ളിയിൽ നിന്ന് മഞ്ഞനക്കരയിലേക്ക് 7 പേര് കാൽനടയായിട്ട് എത്തിയതോടെയാണ് ഈ കാൽനട യാത്ര ആരംഭിച്ചത്. ഈ പാരമ്പര്യം മലങ്കരയിലുടനീളം വേഗത്തിലെ വ്യാപിച്ചു. ഇന്ന് എല്ലാ വർഷവും ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ തിരുനാൾ ദിനത്തില് മലങ്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഇന്നിപ്പോ മലങ്കരയുടെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകള്, വിശ്വാസികള് അദ്ദേഹത്തിന്റെ ഈ തൃക്കബറിലേക്ക് കാൽനടയായിട്ട് എത്തുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും വലുതുമായ കാൽനട തീർത്ഥാടനങ്ങളില് ഒന്നായിട്ട് ഇന്ന് മഞ്ഞനിക്കര തീർത്ഥയാത്ര മാറിയിരിക്കുന്നു. ഇത് അന്ത്യോക്യ സഭയിൽ നിന്ന് കിട്ടിയ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മലങ്കര സഭയും അന്ത്യോക്യയിലെ സുറിയാനി ഓർത്തഡോക്സ് പാത്രിയർക്കീസും തമ്മിലുള്ള 2000 വർഷം പഴക്കമുള്ള ബന്ധമായ അന്ത്യോക്യ മലങ്കര ബന്ധത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ഏലിയാസ് മൂന്നാമന്റെ ഈ തൃക്കബറ്. കാരണം എല്ലാ സുറിയാനി ഓർത്തഡോക്സ് വിശ്വാസികളും മലങ്കരയിൽ നിന്ന് തുടച്ച് നീക്കപ്പെട്ടാലും ഒരു സുറിയാനി ഓർത്തഡോക്സ് പാത്രിയർക്കീസിന്റെ ആ ഖബറിന്റെ സാന്നിധ്യം മലങ്കരയിലെ ക്രിസ്ത്യാനികളും അന്ത്യോക്യയിലെ പാത്രിയർക്കേറ്റും തമ്മിൽ നിലനിന്നിരുന്ന ആ ബന്ധത്തിന്റെ സാക്ഷ്യമായിട്ട് എന്നും വർത്തിക്കും. അതുപോലെ മലങ്കരയിലെ നിരവധിയായ കബറിടങ്ങള് നമുക്ക് ശ്രേഷ്ഠമായിട്ടുണ്ട്. ഇന്ന് മലങ്കരയിലെ മാർ ബസൂലിയസ് ബായുടെ കോതമംഗലത്തിലെ ബസൂലിയസ് ബായുടെ തൃക്കബറ്, വടക്കൻ പരവൂരുള്ള അബ്ദുൽ ജലീൽ ബായുടെ തൃക്കബർ, അങ്ങനെ നിരവധി തൃക്കബറുകൾ നമുക്ക് ഇന്ന് ഉണ്ട്. സുറിയാനി പിതാക്കന്മാർ നടത്തിയ ത്യാഗങ്ങളുടെ ഒരു ഉയർന്ന പ്രതീകമായിട്ട് ഈ ഏലിയാസ് പത്രീകിസ് ബായുടെ ശവകുടീരം നിലകൊള്ളുന്നു. ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികളും അവിശ്വാസികളും അനുഗ്രഹത്തിന്റെയും ആശ്വാസത്തിന്റെയും അത്ഭുതത്തിന്റെയും ഉറവിടമായിട്ട് ഇത് മാറിയിരിക്കുന്നു. അനേകർക്ക് ആശ്വാസമായിട്ട് ഇന്ന് ഈ പരിശുദ്ധ ബാവായുടെ മധ്യസ്ഥത കൂട്ടായിരിക്കുന്നു. പരിശുദ്ധ ബാവായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനേകർ ആ തൃക്കബറിലേക്ക് യാത്രയാകുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് അനുഭാവപൂർവമായ അനേക അനുഭവങ്ങള്, ഗുണങ്ങള് അവരുടെ ആശ്വാസത്തിന് മറുപടിയായിട്ട് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് അനേകര് ഇന്ന് സാക്ഷ്യം പറയാനായിട്ടുണ്ട്. അനേകം ആളുകള് അത് സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. ആ പരിശുദ്ധന്റെ ഓർമ്മ ഇന്ന് ഇവിടെ നിവർത്തിക്കാൻ സാധിച്ചത് അനുഗ്രഹകരമായിട്ട് ഉള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നു. ആ പരിശുദ്ധന്റെ ഓർമ്മ നമ്മൾക്കെന്നും കോട്ടയായിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.